ഇപ്പം നമ്മൾ നാർക്കണ്ടാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നേ ഏകദേശം ഒരു 4600 മീറ്റർ ഉയരത്തിലേക്കായിരിക്കും നമ്മൾ കയറുന്നത്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം 366 കിലോമീറ്റർ. അപ്പോൾ നമുക്കൊരു 3 ദിവസം കൊണ്ടൊക്കെ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്ന് സ്റ്റേ എടുക്കാമെന്നൊരു തീരുമാനമുണ്ട്. ഏകദേശം ഒരു 100 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സരാഗൺ എത്തും. അവിടെ സ്റ്റേ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങോട്ടുള്ള റോഡ് മോശമാണെന്ന് പറഞ്ഞത് ഇത് കണ്ടോ, ഇടുങ്ങിയ റോഡാണ് കേട്ടോ, തീർത്തും ഇടുങ്ങിയ റോഡാണ്. നമുക്കൊരു 100 അല്ലെങ്കിൽ 150 കിലോമീറ്റർ കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നുമല്ല, ഒന്ന് ഇടുങ്ങിയ റോഡ്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ബ്രേക്ക് എടുക്കും. ഏകദേശം തണുപ്പാണ്, ഭയങ്കര സ്പീഡിൽ പോകാനോ മറ്റോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഗ്ലൗസിനകത്തുകൂടിയൊക്കെ തണുപ്പടിച്ച് കയറി തീരും. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലോ 4800 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തരണം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ ഓക്സിജൻ ലെവൽ ശകലം കുറവായിരിക്കും. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് നമ്മളൊരു 3 സിലിണ്ടർ കൈ കരുതിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, മഞ്ഞ് കിടക്കുന്നുണ്ടോ, വെളുത്തെളുത്ത് കിടക്കുന്നതെല്ലാം മഞ്ഞ കേട്ടോ. പക്ഷേ ടെമ്പറേച്ചർ ഇവിടെ രാത്രി നോക്കിയപ്പോഴത്തേക്ക് നാർക്കണ്ടിൽ -3 ഇന്നലെ രാത്രിയിൽ. അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ കാണിച്ചത് 8-9 ഒക്കെയാണ്, ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ 366 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഊഹിക്കാനും പോലും പറ്റത്തില്ല. നല്ലൊരു റിസ്ക്കാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ടൈമിൽ, ഈ ഒരു ക്ലൈമറ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ്, അതും ബൈക്കിൽ. നോർമലി കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസിയാണ്, ഹീറ്ററൊക്കെ ഇട്ട് അങ്ങ് അടിച്ച് പൊളിച്ച് പോകാം. പക്ഷേ ബൈക്കിൽ അതില്ലല്ലോ. ഓടുമ്പോൾ നെഞ്ചത്തോട്ട് നല്ല കാറ്റടിക്കും, സീനാവും. അതുപോലെ തന്നെ കൈയുടെ വിരലിൻ്റെ തുമ്പത്തൂടിയൊക്കെ നല്ല അടിച്ച് കയറും. പിന്നെ വീഡിയോ ഇടാനായിട്ടൊക്കെ വൈകുന്നതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ലാപ്പൊക്കെയാണ് ഓണാകുന്ന പോലുമില്ല, തണുത്തിട്ട് ബാറ്ററിയൊക്കെ പെട്ടെന്നാണ് ഡ്രൈ ആവുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഞങ്ങൾ ഷിംല കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് വൈഫൈ ഉള്ള ഒരൊറ്റ ഹോട്ടൽ പോലും ഇല്ല. ഇന്നലെ ഇതിലേ കൂടിയാണ് നമ്മൾ മേലോട്ട് കയറി പോയത്. വീഡിയോ കുറച്ചുകൂടിയൊക്കെ വൈകിയേക്കും കേട്ടോ. ഇത് കണ്ടോ, പോകുന്ന വഴിക്ക് മഞ്ഞ് കിടക്കുന്നേ. ഇനി ഇതിൻ്റെയൊക്കെ വലിയ വലിയ സാധനങ്ങൾ കാണാൻ കിടക്കുന്നു. റോഡാണെന്നുണ്ടെങ്കിൽ വളരെ ഇടുങ്ങിയ റോഡും. അപ്പോൾ ഇവിടുത്തെ ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ വന്നതിന് ശേഷം ഇടാമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്താൽ പോലും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നല്ല പാടുപെടുന്നുണ്ട്. റോഡ് എങ്ങനെയാണ്, പൊളിയല്ലേ?